ഹായ്. നമ്മൾ ഈ സെഷനിൽ നമ്മുടെ എസ്.എസ്.സി. സി.ജി.എല്ലിന്റെ പ്രീവിയസ് ക്വസ്റ്റിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി 25 പാർട്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടുന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. വരാനിരിക്കുന്ന എസ്.എസ്.സി. സി.ജി.എല്ലിന്റെ എക്സാംസിന് വേണ്ടിയും അതുപോലെ തന്നെ ഈവൻ നിങ്ങളുടെ MTS ആയാലും CHS ആയാലും എക്സാമിന് വേണ്ടി നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടി എന്നുള്ളതിൻ്റെ ക്ലിയർ ഐഡിയ കിട്ടാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആ ഒരു റിമൈനിങ് എസ്.എസ്.സി. സി.ജി.എൽ 2022 പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഈ ഒരു സെഷനിൽ ഫസ്റ്റ് ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. ഓൾജിബ്രയുടെ ക്വസ്റ്റൻ ആണ്. ഇഫ് a പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 5, a ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബ് ഈക്വൽ ടു 85 ആൻഡ് എ ബി സി ഈക്വൽ ടു 25, then find the value of a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി. നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ടേംസും ഒരേപോലെ വരുന്ന ഒരു ഫോർമുല ഏതാ, ഓൾജിബ്രയുടെ ഫോർമുല ഏതാ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് നമ്മുടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3 ABC ഫോർമുലയാണ് അത്. ഇനി ഇതിൽ ഈ പറഞ്ഞിരുന്ന ടേം എല്ലാം വരുന്നത് നമ്മുടെ ഈ ഒരു ഫോർമുലയ്ക്ക് നമുക്ക് രണ്ട് ഫോർമുലാസ് ഉണ്ട് ആക്ച്വലി ഈ ഒരു റിലേഷന്. നമുക്ക് ആ രണ്ട് ഫോർമുലാസിൽ ഈ പറഞ്ഞിരിക്കുന്ന ടേം എല്ലാം വരുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി. നമുക്ക് കാണാൻ പറ്റും അവിടെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഫോംസും എല്ലാ ഒരു ഫങ്ഷൻസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ അവസാനം പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോർഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റിമൈനിങ് നമ്മുടെ റൈറ്റ് സൈഡിലെ ഈ ഒരു പോർഷനിലേക്ക് വാല്യൂ എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂം തന്നിട്ടുണ്ട്. അതിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് അതിലോട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ നമ്മുടെ ഈ ഒരു പോർഷന്റെ വാല്യൂ തന്നിരിക്കുന്നത് 85 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി മൈനസ് 3 ഇൻറ്റു നമുക്കവിടെ എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ ഗിവൺ ആണ്. എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 3 ഇൻറ്റു എ ബി സി, അതിലെ എ ബി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. ആൻഡ് എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്, അതും 5 ആണ്. ദെൻ ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു ഫുൾ പോർഷൻ നമുക്ക് തൽക്കാലം അതിനെ എക്സ് എന്ന് എടുക്കാം എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ ഒരു ഫുൾ റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിത് ഇവിടെ നിന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ 85 മൈനസ് 3 ഇൻറ്റു 25 നമുക്ക് 75 എന്ന് വരും. സോ 85 മൈനസ് 75 നിങ്ങൾക്ക് 10 എന്ന് വരും. ആ 10നെ നമ്മൾ ഈ സൈഡ് റൈറ്റ് സൈഡിലുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ 2 എന്ന് വരും, ആ ഒരു എക്സിന്റെ വാല്യൂ. സോ നമുക്ക് ആ ഒരു ഫുൾ റിലേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. സോ ഒരു ഫോർമുല അറിയാവുന്ന ഒരാൾക്ക് അത് ഇത്രയും എഴുതേണ്ടി വരത്തില്ല, ഇത്രയും മാത്രമേ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരത്തുള്ളൂ. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അതൊരു അത്യാവശ്യം വലിയൊരു ക്വസ്റ്റൻ ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ. പക്ഷെ അത് കാണാൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് നല്ലപോലെ അറിയാവുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. നിങ്ങൾക്ക് കോർഡിനേറ്റ് സിസ്റ്റം അറിയാം. നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മുടെ സൈനും അതുപോലെ തന്നെ കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും ആയിരിക്കും പോസിറ്റീവ്. ഓൾ സൈൻ ടാൻ കോസ്, ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ് ആൻഡ് കോസ് പോസിറ്റീവ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഇൻവേഴ്സും പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ നിങ്ങൾക്കറിയാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഇനി ഇതിൽ ഇതാണ് 0, ഇതാണ് നമ്മുടെ 90 ഡിഗ്രി, ഇതാണ് നമ്മുടെ 180 ഡിഗ്രി, ഇതാണ് നമ്മുടെ 270 ഡിഗ്രി. ആൻഡ് വീണ്ടും ഇത് കറങ്ങി 360 ഡിഗ്രിയിലേക്കാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ 0, നമ്മുടെ ഈ 90 എന്ന് പറഞ്ഞാൽ π/2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. റേഡിയൻ വാല്യൂല് 8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 270 എന്ന് പറഞ്ഞാൽ 3π/2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കറങ്ങി 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ നമ്മുടെ 2π ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ 90, 270 അല്ലെങ്കിൽ π/2, 3π/2, 5π/2 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ റേഷ്യോ എന്താവും, ചേഞ്ച് ആകും. നമ്മുടെ റേഷ്യോ ചേഞ്ച് ആകും. നമ്മുടെ സൈൻ കോസിലേക്ക് മാറും, കോസ് സൈനിലേക്ക് മാറും, ടാൻ കോട്ടിലേക്കും കോട്ട് ടാനിലേക്കും, സീക്ക് കൊസീക്കിലേക്കും കൊസീക്ക് സീക്കിലേക്കും മാറും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ക്വാഡ്രന്റിലെയും പോസിറ്റീവ് ഏതാന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ആൻസർ കൂടി എഴുതേണ്ടത്. ഇനി അതേ സ്ഥലത്ത് നമ്മുടെ 0യോ πയോ 2πയോ ഒക്കെ ആണെങ്കിൽ, നമ്മുടെ ഈ ഒരു വാല്യൂസ് ഒക്കെ ആണെങ്കിൽ ലൈക്ക് 0, 180, 360 ഡിഗ്രി ആണെങ്കിൽ അവിടെ നോ ചേഞ്ച് ഇൻ റേഷ്യോ, അവിടെ നമ്മുടെ റേഷ്യോസ് ചേഞ്ച് ആവത്തില്ല. നോ ചേഞ്ച് ഇൻ റേഷ്യോസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താലോ. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എന്താണ്, ഇഫ് എ ഈസ് എൻ അക്യൂട്ട് ആംഗിൾ ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് കോസ് പൈ മൈനസ് എ. അപ്പോൾ കോസ് പൈ മൈനസ് എ എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഇവിടെ പൈ ഇതാണ്, ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്,
ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഇത് നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ പൈ മൈനസ് എ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മുടെ കോസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ കോസിന്റെ വാല്യൂ ഈ പൈ മൈനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റേഷ്യോ എന്തോ ആവത്തുമില്ല, ചേഞ്ച് ആവത്തുമില്ല. അപ്പൊ പൈ ആയതുകൊണ്ട് റേഷ്യോ ചേഞ്ച് ആവത്തില്ല. സോ കോസ് തന്നെ വരും ആൻഡ് എ അതേപോലെ തന്നെ വരും. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മുടെ കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്, സോ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇൻറ്റു അടുത്ത കോട്ടിലേക്ക് പോവുകയാണെങ്കിൽ പൈ ബൈ 2 കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റേഷ്യോ ചേഞ്ച് ചെയ്യണം. സോ കോട്ട് ആണെങ്കിൽ അത് ടാനിലേക്ക് ചേഞ്ച് ആവും. ഇനി അവിടെ എ ഉണ്ട്, ആ എ അതേപോലെ അങ്ങ് എഴുതുക. ഇനി പൈ ബൈ 2 പ്ലസ് എ, പൈ ബൈ 2 പ്ലസ് എ എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡിൽ സൈനും കൊസിക്കും ആണ് പോസിറ്റീവ്, കോട്ട് നെഗറ്റീവ് ആണ്. സോ നമുക്ക് ഇവിടെയും നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ടാനും നെഗറ്റീവ് ആണ്, കോട്ടും നെഗറ്റീവ് ആണ്. ഇനി ഇൻറ്റു അടുത്ത കോസ് മൈനസ് എ. കോസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോസ് 360 മൈനസ് എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആ ഒരു ബേസ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ 0 ഡിഗ്രി വരുന്ന ആ ഒരു സ്ഥലത്ത് വരുന്ന പോയിന്റ് ആയതുകൊണ്ടാണ് അവിടെ നമുക്ക് മൈനസ് മാത്രം തരുന്നത്, നമുക്ക് 360 അതിന്റെ മുമ്പിൽ തരാത്തത്. അതിന്റെ അത് 0, അതിന്റെ മുമ്പിൽ 0 അല്ല, അതിന്റെ മുമ്പിൽ 360 ആണുള്ളത്, അല്ലെങ്കിൽ 720 ആണുള്ളത്, അല്ല 0 അല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു 360 മൈനസ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് ആൻഡ് 360 മൈനസ് ആയതുകൊണ്ട് നമുക്കിവിടെ റേഷ്യോ മാറത്തില്ല, കോസ് അതേപോലെ തന്നെ വരും. ഇനി ആ ഒരു ഫോർത്ത് ക്വാഡ്രന്റിൽ നമ്മുടെ കോസിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. സോ കോസ് മൈനസ് എ എന്താവും? കോസ് പ്ലസ് എയിലേക്കായിരിക്കും മാറുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി താഴേക്ക് വരുമ്പോൾ നമുക്ക് ടാൻ പൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് റേഷ്യോ മാറത്തില്ല, ടാൻ അതേപോലെ തന്നെ എഴുതാം, എയും അതേപോലെ തന്നെ എഴുതാം. ഇനി പൈ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ്, സോ നമുക്കത് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കാം. ഇൻറ്റു അടുത്ത 3π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 270 ഡിഗ്രി ആണ് 3π/2. ഉറപ്പായിട്ടും റേഷ്യോ ചേഞ്ച് ആവും, ടാൻ ആണെങ്കിൽ അത് കോട്ടിലേക്ക് ചേഞ്ച് ആവും. ഇനി ആ അതേപോലെ തന്നെ എഴുതുക. ഇനി 3π/2 പ്ലസ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണ് പറയുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ നമ്മുടെ കോസും സീക്കും മാത്രമാണ് പോസിറ്റീവ്, കോട്ടെല്ലാം നെഗറ്റീവ് ആണ്, സോ മൈനസ് വരും. ഇൻറ്റു സൈൻ 2a മൈനസ് എ. അപ്പോൾ 2a ആയതുകൊണ്ട് റേഷ്യോ മാറത്തില്ല, സൈൻ അതേപോലെ തന്നെ വരും, ആ എയും അതേപോലെ തന്നെ വരും. നമുക്കിനി 2π മൈനസ് എ എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാഡ്രന്റ് ആണ്? നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്തിൽ സൈൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്, കോസും സീക്കും ആണ് പോസിറ്റീവ്, സോ അവിടെയും നെഗറ്റീവ് വരും. നോക്കി ആ ഒരു കൺസെപ്റ്റ് നല്ലപോലെ അറിയാവുന്ന ഒരാൾക്ക് ജസ്റ്റ് അതൊന്ന് എഴുതിയെടുക്കാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇല്ലെങ്കിൽ അതർവൈസ് അത് ഒരുപാട് സമയം എടുക്കും. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൈനസും പ്ലസ് ആവും, ഇവിടെ ഈ മൈനസും പ്ലസ് ആവും. ഇനി നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ടാനും ഇവിടുത്തെ ഈ ടാനും ക്യാൻസൽ ആവും. ഇനി കോട്ട് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതെന്ന് പറയുന്നത് കോസ് ബൈ കോട്ട് എ എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് നമ്മുടെ കോസ് ബൈ സൈൻ ആണ്. കോസ് എ ബൈ സൈൻ എന്ന് വരും. ഇനി നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും, ഇവിടെ സൈഡിൽ തന്നെ എന്ത് കിടപ്പുണ്ട്? സൈൻ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മുകളിൽ തന്നെ എന്ത് കിടപ്പുണ്ട്? കോസ് എ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എടുക്കാം, കോസ് എ ബൈ സൈൻ എന്ന് പറയുന്ന കോട്ടയാണ്. സോ മേളിൽ കോട്ടയെ വരും, അങ്ങനെയാണെങ്കിൽ ആ കോട്ടയും താഴത്തെ കോട്ടയും ക്യാൻസൽ ആയി പോകും. സോ അങ്ങനെയാണെങ്കിൽ അതെല്ലാം ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ? ഒരു കോസ് എ മാത്രമേ ബാക്കിയുള്ളൂ. ക്വസ്റ്റ്യൻ കാണാൻ കുറച്ച് കോംപ്ലിക്കേറ്റ് ആണെങ്കിലും ആക്ച്വലി വളരെ പെട്ടെന്ന് തന്നെ ആൻസർ എടുക്കാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുക്കുന്നത്. ബട്ട് അതർവൈസ് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് നോക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ വരും. പക്ഷേ തെറ്റാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഏറ്റവും കൂടുതൽ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ ആൻസർ കോസ് എ എന്ന് നമ്മുടെ ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊരു ഓൾജിബ്രയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം കുറച്ച് ലെന്തി ആയിട്ട് സൊല്യൂഷൻ പോകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറച്ചധികം സ്റ്റെപ്സ് ഒക്കെ വരുന്ന, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്യൂബ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യേണ്ടി വരും? ഉറപ്പായിട്ടും ക്യൂബ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ക്യൂബ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, നമുക്കിവിടെ എക്സ് ക്യൂബ് തന്നിട്ടുണ്ട്, സോ ഉറപ്പായിട്ടും ഇവിടെ ക്യൂബ് ചെയ്താലേ എക്സ് ക്യൂബ് വരത്തുള്ളൂ. രണ്ട്, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പവർ 1/3 2/3 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ആ ഫ്രാക്ഷനിലുള്ള പവർ, അതിലും ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ 3 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷനിലുള്ള പവർ, അതിലും ഡിനോമിനേറ്ററിൽ 3 ഉള്ള പവർ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ക്യൂബ് ചെയ്താലേ ആ 1/3 എന്നുള്ളത് ആ താഴത്തെ ഡിനോമിനേറ്ററിൽ 3 പോകത്തുള്ളൂ. സോ നമുക്ക് ഇതിനെ ക്യൂബ് ചെയ്യണം. പക്ഷേ ഇതിനെ ഡയറക്റ്റ്ലി ഇങ്ങനെ ക്യൂബ് ചെയ്താൽ കുറച്ച് കോംപ്ലിക്കേറ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ അതിനെ ആദ്യം എന്ത് ചെയ്യുക? ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. നമുക്ക് അതിനെ ആ 2നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ -2 എന്ന് വരും. സോ x - 2 എന്ന് വരും. ഈക്വൽ ടു നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 2^2/3 -2^1/3 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നേക്കുന്ന ഫുൾ ഫംഗ്ഷനെ നമുക്കൊന്ന് ക്യൂബ് ചെയ്യാം. സോ ഫുൾ ഫംഗ്ഷനെ നമ്മൾ ക്യൂബ് ചെയ്യുകയാണെങ്കിൽ ക്യൂബിങ്, സോ നമ്മൾ ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് a - b ദ ഹോൾ ക്യൂബിന്റെ ഫോർമുല യൂസ് ചെയ്യാം. അതിൽ ഏത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ a - b ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ രണ്ട് ഫോർമുലാസ് ഉണ്ട് ആക്ച്വലി. അതിൽ ഒരു ഫോർമുല ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് വരുന്നത്. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ a³ - 3ab a - b
മൈനസ് ബി ക്യൂബ്. നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് കൂടുതലും യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ആ ഒരു ഫോർമുല യൂസ് ചെയ്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, നമ്മളിതിനെ ഫുൾ ക്യൂബ് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്യൂബ് വരും, ഇവിടെയും ക്യൂബ് വരും. സോ ക്യൂബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ് ക്യൂബ് മൈനസ് 2യുടെ ക്യൂബ് 8 മൈനസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു 2 എക്സ് മൈനസ് 2. ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഓക്കെ ആയി. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകാം. അടുത്ത 2⁵2/3യുടെ ക്യൂബ്. സോ 2⁵2/3യുടെ ക്യൂബ് മൈനസ് 2⁵1/3യുടെ ക്യൂബ് മൈനസ് 3 ഇൻറ്റു 2⁵2/3 ഇൻറ്റു 2⁵1/3 ആൻഡ് ദെൻ ആ ഫംഗ്ഷൻ അതേപോലെ തന്നെ വരും ഇൻറ്റു 2⁵2/3 മൈനസ് 2⁵1/3. സോ ഇനി നമുക്കിതൊന്ന് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവിടെ എക്സ് ക്യൂബ് ഉണ്ട്, മൈനസ് 8 ഉണ്ട്. ഇവിടെ നമുക്ക് 3 ഇൻറ്റു എക്സ് ഇൻറ്റു 2 നമുക്കത് 6x എന്ന് വരും. ദെൻ എക്സ് മൈനസ് 2 ഈക്വൽ ടു 2⁵2/3 നമുക്ക് ഈ 3യും ഈ 3യും ക്യാൻസൽ ആയിട്ട് ജസ്റ്റ് 2യുടെ സ്ക്വയർ എന്ന് വരും. സോ 2യുടെ സ്ക്വയർ 4 ആണ്. മൈനസ് 2⁵1/3 നമുക്ക് ഈ 3യും ഈ 3യും ക്യാൻസൽ ആയിട്ട് 2⁵1 എന്ന് വരും. സോ മൈനസ് ഇനി 3 ഇൻറ്റു 2⁵2/3 ഇൻറ്റു 2⁵1/3 അതെന്താവും 2⁵3/3 എന്നാവും. സോ 2⁵3/3 അതങ്ങ് ആഡ് ആവും. നമ്മുടെ a⁻m ഇൻറ്റു a⁻n a⁻m പ്ലസ് n 2⁵2/3 ഇൻറ്റു 2⁵1/3 2⁵2/3 പ്ലസ് 1/3. സോ 2/3 പ്ലസ് 1/3 3/3 എന്ന് വരും. സോ അതങ്ങ് 1 ആയി പോകും. ഇനി 2⁵1 എന്നായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ടേം ആണ് ഇത്. ഇതിനെ നമുക്ക് ഇനി ഇങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവും. സോ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ 2⁵2/3 മൈനസ് 2⁵1/3 എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്ത് നമ്മുടെ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യുക, അതിനെ അങ്ങ് റീപ്ലേസ് ചെയ്യുക. സോ അത് വെച്ച് നമ്മൾ അങ്ങ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എക്സ് മൈനസ് 2 എന്നങ്ങ് എടുക്കാം. അപ്പോൾ നമുക്ക് ആ കോംപ്ലിക്കേറ്റഡ് ടേംസ് എല്ലാം പോയി നിങ്ങൾ കാണാൻ പറ്റിയപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതിനെ ഫെർദർ വളരെ പെട്ടെന്ന് അങ്ങ് റിസോൾവ് ചെയ്യാൻ പറ്റും. സോ എക്സ് ക്യൂബ് മൈനസ് 8 മൈനസ് 6x ഇൻറ്റു എക്സ് മൈനസ് 6x സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 ഇൻറ്റു 6x 12x എന്ന് വരും. 4 മൈനസ് 2 2 എന്ന് വരും. മൈനസ് 3 ഇൻറ്റു 2⁵3/3 2⁵1 എന്ന് വരും. 2 ഇൻറ്റു 3 നമുക്ക് 6 എന്ന് വരും. അതിൻ്റെ ബ്രാക്കറ്റ് കൂടി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 6x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 ഇൻറ്റു 6 നമുക്ക് ഇവിടെ 12 എന്ന് വരും. ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. സോ ആദ്യം എക്സ് ക്യൂബ് അവിടെ ഉണ്ട്, നമുക്കിവിടെ മൈനസ് 6x സ്ക്വയർ ഉണ്ട്, പ്ലസ് നമ്മുടെ ഈ മൈനസ് 6x കൂടി നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 12xൻ്റെ കൂടെ ചേർന്നിട്ട് അത് 18x ആവും. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം കൂടി നമുക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് 8 ഉണ്ട്, ഇവിടെ ഒരു +2 ഇപ്പുറത്ത് വരുമ്പോൾ -2 ആവും, ഇവിടെ ഒരു +12 ഉണ്ട്, അത് ഇപ്പുറത്ത് വരുമ്പോൾ -12 ആവും. എല്ലാം കൂടി ഈക്വൽ ടു 0. സോ നമുക്ക് ഇനി ക്വസ്റ്റിനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിനിൽ ചോദിച്ചിരുന്നത് എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 18x എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. സോ നമ്മുടെ -8 -2 -10 -10 -12 -22 എന്ന് വരും. അത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +22 എന്നാവും. സോ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് അതാണ് ആൻസർ, നമുക്ക് +22 എന്ന് വരും. സോ നമുക്ക് അവിടെ സ്റ്റെപ്പ് കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി നമുക്ക് ഈ സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റും. ആ ഒരു ഫോർമുലാസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ ആൻഡ് നമുക്ക് ആ സ്റ്റെപ്സ് കുറച്ചൊക്കെ ഒന്ന് മൈൻഡിൽ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു 3 സ്റ്റെപ്സിൻ്റെ അകത്ത് തന്നെ അതിനെ തീർക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മളത് ഫുൾ എഴുതി പോയിട്ടുണ്ടായാണ് നമുക്കത് ഏകദേശം ഒരു 5 സ്റ്റെപ്പിലേക്ക് എത്തിയേക്കുന്നത്. അപ്പോൾ 5ാം സ്റ്റെപ്പ് ആൻസർ ആണ്, ബട്ട് സ്റ്റിൽ 5 സ്റ്റെപ്പ് വരെ എത്തിക്കുന്നത്. അതർവൈസ് നമുക്കൊരു 3 സ്റ്റെപ്പിൽ തന്നെ നിർത്താൻ പറ്റും. മാക്സിമം സ്റ്റെപ്സ് കുറയ്ക്കാൻ നോക്കുക എക്സാമ്പിൾ, ബിക്കോസ് ഇതൊരു വലിയ ക്വസ്റ്റൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് 2 ക്വസ്റ്റൻസിലേക്ക് പോകാം. ഒരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ, ഡയറക്ട്ലി പ്രോപ്പർട്ടി ആണ്. ഇൻ ദി ഗിവൺ ഫിഗർ angle ABC equal to 81 and angle ACB equal to 9. What is the value of angle BDC എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ 81 ആണ്, ഇവിടുത്തെ ആംഗിൾ 9 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് 81ഉം അത് 9ഉം ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? നമുക്ക് ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ കാണാം ഈ 2 ട്രയാങ്കിൾ നിൽക്കുന്നത് ആ BC എന്ന് പറയുന്ന ഒരു കോമൺ കോഡിലാണ് നിൽക്കുന്നത്. ഒരേ കോഡിൽ തന്നെയാണ് ഈ 2 ട്രയാങ്കിൾസ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരേ കോഡിൽ നിന്ന് നമുക്ക് 2 ട്രയാങ്കിൾസ് അതിൻ്റെ സർക്കംഫറൻസിൽ, ആ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ രണ്ടിൻ്റെയും ആ ഒരു സർക്കംഫറൻസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൻ്റെ ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും നമുക്ക് എന്ത് തന്നെ ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ഡ്രോൺ ഫ്രം ദ സെയിം കോഡ് വിൽ ഹാവ് ദ സെയിം ആംഗിൾ വെൻ ടച്ചിങ് ദി സർക്കംഫറൻസ്. നമ്മുടെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന കോഡ് ആൻഡ് സർക്കിൾ റിലേറ്റ് ചെയ്യുന്ന ചെയ്യുന്നത്. സോ ആൻസർ ഡയറക്റ്റ്ലി നമുക്ക് നോക്കി തന്നെ പറയാം 90 ഡിഗ്രി ആണെന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ സെഷനിൽ, ഇൻ എ ട്രയാങ്കിൾ ABC, angle B and angle B plus angle C
110 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മൊത്തം 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ ബിയും സിയും കൂടി 110 ആണെങ്കിൽ നമ്മുടെ എ എന്തായിരിക്കും? നമ്മുടെ ആ 180 നിന്ന് 110 കുറച്ചാൽ മതി, എത്ര വരും? 70 ഡിഗ്രി എന്ന് വരും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. സോ ഓപ്ഷൻ ബി 70 ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഓൾജിബ്രയും ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ ചില ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ടൈം സേവ് ചെയ്യാൻ വേണ്ടി. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ അതേ SSC CGLയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സാംസിൽ റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഒരേ വർഷത്തെ എക്സാംസിലും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലും അത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം റിപ്പീറ്റ് ആവുന്ന പാറ്റേൺസ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ വരാതിരിക്കുന്ന എക്സാംസിലും അത് നല്ലപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനും വളരെ പെട്ടെന്ന് ടൈം സേവ് ചെയ്യാനും ഒക്കെ തന്നെ സ്കോർ ചെയ്യാനും ഒക്കെ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. സോ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓൾറെഡി ഓരോ സെഷനിലും പറഞ്ഞു പോകുന്നുണ്ട്. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയത് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സെഷനിൽ തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ആ ഒരു നമ്പേഴ്സ് ഒക്കെ ചെറുതായിട്ടൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചില ഫോർമുലാസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആവും, അപ്പോൾ അത് നോക്കി വെക്കുക. ചില പാറ്റേൺസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആവും, അത് നോക്കി വെക്കുക. സോ ഈ ഒരു സെഷനിൽ ക്വസ്റ്റൻസ് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നേരത്തെയുള്ള വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് അത് കാണാവുന്നതാണ്. ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇനി കമ്മിങ് ഡേയ്സിലും ഇതിൻ്റെ റിമൈനിങ് ക്വസ്റ്റൻസ് ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വരുന്ന സെഷനിൽ കൂടുതൽ ക്വസ്റ്റൻസുമായിട്ട് റിമൈനിങ് ക്വസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.